ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡൽഹിയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ വൈകിട്ടത്തെ ഫ്ലൈറ്റിനാണ് നമ്മൾ പോകുന്നത്. 9 മണിക്ക് അങ്ങോട്ടാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നേക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചാന്ദിനി ചൗക്കുണ്ട്, അപ്പം അവിടെ പോകണമെന്ന് ആഗ്രഹം. ഫസ്റ്റ് നോക്കാം. ഞങ്ങൾ ചോലെ ഭട്ടൂരെ കഴിക്കാനായിട്ട് ഒരിടത്ത് വന്നു കേട്ടോ. ഇവിടെ ഒരെണ്ണത്തിന് ഒരു പ്ലേറ്റിന് 80 രൂപയാണ്. അപ്പോൾ അത് കൊള്ളാവുന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ അത് വരട്ടെ. എനിക്ക് ഇന്നലത്തോടെ മതിയായി. ഇന്നലെ രാഷ് കച്ചോരി മേടിച്ച് അത് അപ്പുറത്തൊരു ഷോപ്പിൽ നിന്ന് കേട്ടോ. അത് 170 രൂപ എങ്ങാണ്ടായിരുന്നു. ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ട് ഇനിയെല്ലാം പരീക്ഷണങ്ങൾ നടത്തിയിട്ടേ ഉള്ളൂ എല്ലാവർക്കും ഓർഡർ ചെയ്ത്. അപ്പോൾ ആദ്യം ഞാൻ ചോലെ ഭട്ടൂരെ കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൊള്ളാമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോലെ ഭട്ടൂരെ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം, നല്ല എരിവുണ്ട്, പക്ഷെ ടേസ്റ്റ് കൊള്ളാം. ഉള്ളിൽ എന്തോ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വേറൊരിടത്ത് വന്നിട്ട് ഇത് ചീസ് കോൺ മെലൻ പിന്നെ ചൂട് ജിലേബി മേടിച്ചു കേട്ടോ. ഇതിന് 64 രൂപയാണ്. ഇതിന് എത്ര രൂപയാണെന്ന് അറിയത്തില്ല, പക്ഷെ ടോട്ടല് 99 രൂപയായത്. കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഭയങ്കര ഫ്ലേവറിങ് കാര്യങ്ങളൊക്കെയാ. കൊള്ളാം. ജിലേബി കൊള്ളാം. ഞാനിവിടെ ഒരു കുൽഫി മേടിച്ചു കേട്ടോ. ഇത് സ്പെഷ്യൽ കേസർ കുൽഫിയ, 56 രൂപ ഈ സാധനത്തിന്. ചെറിയ ഉപ്പ് രസം. വലിയ സുഖമില്ല, 56 രൂപ വേസ്റ്റായി. കുഴപ്പമില്ല. നമ്മളിപ്പോൾ ചാന്ദിനി ചൗക്ക് എത്തി കേട്ടോ. അപ്പം ഇവിടെ റോഡിൽ ഓട്ടോക്കാരൻ കൊണ്ടിറക്കി. അങ്ങനെ നോക്കിയപ്പോഴത്തേനും ഒരു ക്ഷേത്രം കണക്ക്, ഇതെനിക്ക് തോന്നുന്നത് ജൈനമതക്കാരുടെ പ്രയർ ചെയ്യുന്ന സ്ഥലമായിരിക്കും. ഒരു ടിബറ്റൻ രീതിയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് കയറാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ശരിക്കും നമുക്ക് ചാന്ദിനി ചൗക്കിലോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ 1 കിലോമീറ്റർ നടക്കണം കേട്ടോ. നമ്മൾ പിടിക്കുന്ന ഓട്ടോയൊക്കെ ആ റോഡ് വരെ വരുള്ളൂ. ഇതിനകത്തോട്ടൊന്നും അവർക്ക് അലൗഡ് അല്ല. ഇതിനകത്ത് ഈ സൈക്കിൾ റിക്ഷയൊക്കെ ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെ ഇതിനകത്ത് വണ്ടികളൊന്നും പ്രവേശനമില്ല കേട്ടോ. 20,000 രൂപ പെനാൽറ്റി വരും. കണ്ടോ, അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ കൂടെ നമ്മൾ നടക്കുമ്പോഴുണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ വിളിക്കും, ഈ പാർട്ടി വെയർ ലെഹങ്ക സാരി എല്ലാം 3000 സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ സരോജിനി നഗരി പോയപ്പോൾ അങ്ങനെ ലെഹങ്കാസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ നല്ല ലെഹങ്കാസ് ഒക്കെ ഉണ്ട്. നബികളുടെ ഗുരുദ്വാരം ഉണ്ട് കേട്ടോ. ഈ മുസ്ലിംസ് പ്രയറിന് മുമ്പ് കാലും കയ്യിൽ കഴുകിയിട്ടല്ലേ കയറുന്നത്, അതേ കണക്കാണ് ഇവിടെയും. പക്ഷെ ഗേൾസിനും കയറാം. അതിനകത്ത് ക്യാമറ അലൗഡ് ആണോ എന്നൊന്നും അറിയത്തില്ല, അല്ലേ? കയറി നോക്കാം. ചാന്ദിനി ചൗക്ക് നമുക്ക് വെഡ്ഡിങ് പർച്ചേസിന് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അതായത് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ലെഹങ്കാസും പിന്നെ ആൺപിള്ളേരിടുന്ന ഷർവാണി അതൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. ഭയങ്കര റേറ്റ് കുറവിന് നല്ല കളക്ഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് സ്പൈസസ് ഒക്കെ മേടിക്കാനായിട്ട് നല്ല അഫോർഡബിൾ ആയിട്ട് ഒത്തിരി സ്ഥലത്ത് സ്പൈസസ്. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഈ ഒരു സൈഡ് റോഡിലോട്ട് കയറുമ്പോഴാട്ടോ ഈ ചെരുപ്പിൻ്റെ സെക്ഷനൊക്കെ വരുന്നത്. ആ മെയിൻ റോഡിൽ ഒരു ചെരുപ്പട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു നല്ല ഭംഗിയുള്ള ചെരുപ്പുണ്ട്, അതിനാണെങ്കിൽ 500 രൂപയാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വില കുറഞ്ഞ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷെ ഒരിടത്തും ആ ചെരുപ്പില്ല. ഞാൻ ആ ചെരുപ്പ് കാണിച്ചു തരാം, അവിടെ പോയി കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചെരുപ്പ്. ഞാനേ ആ ചെരുപ്പ് മേടിച്ചു കേട്ടോ. 500 രൂപേൻ്റെ പ്രൈസ്. പക്ഷെ 500 രൂപയ്ക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നിയത് നഷ്ടമാണെന്നാ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ കുറേ വേറെ റോഡിൽ കൂടെയൊക്കെ നടന്ന് നോക്കി, പക്ഷേ ഇതേ കണക്ക് കിട്ടിയില്ല. എനിക്കറിയാം നഷ്ടമെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എനിക്കിത് അങ്ങോട്ട് വിടാനൊരു മനസ്സ് വന്നില്ല. ഏതായാലും ഞാൻ മേടിച്ചു. നമ്മളെ ചാന്ദിനി ചൗക്കിൽ നിന്ന് വഴി തെറ്റി മെയിൻ ഏതോ റോഡിലെത്തി കേട്ടോ. ഇനി തിരിച്ച് ചാന്ദിനി ചൗക്കിലോട്ട് തന്നെ കയറാൻ വയ്യ. ഭയങ്കര മടുപ്പ് തോന്നും നമുക്ക്, പൊടിയും ചൂടും. നിലത്താണെങ്കിൽ
വണ്ടിയെല്ലാം പേടിക്കണ്ട, ഈ ആൾക്കാർ തുപ്പിയിട്ടേക്കുന്നത് ചാണകം കണക്കുണ്ട്, അത്രയും വലുപ്പത്തിലാണ് തുപ്പിയിട്ടേക്കുന്നത്. അതൊക്കെ സൈസ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ സൈക്കിൾ റിക്ഷ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ സൈക്കിൾ റിക്ഷ വീതം പിടിച്ചിട്ടുണ്ട്. അയ്യോ അപ്പൊ ഇനി ഞങ്ങള് മീന ബസാറിലോട്ട് പോകാൻ പോവാ കേട്ടോ. അമ്മേ നമ്മളങ്ങനെ മീന ബസാറിലെത്തി കേട്ടോ. പക്ഷെ ഭയങ്കര ചൂടായ കാരണം ഒരു നാരങ്ങ വെള്ളം പറയാം കേട്ടോ, ലെമൺ സോഡയാ പറഞ്ഞേ. ഇവരെല്ലാവരും ഈ കറുത്തുപ്പില്ലേ കാലാനമക്ക് അതാ ഉപയോഗിക്കുന്നത്. കുറേ അടുത്ത് ഞാൻ ചോദിച്ചു, അവിടെ വൈറ്റ് കളറിൽ നമ്മുടെ നാട്ടിലുള്ള ഉപ്പില്ല, അപ്പം ഇത് തന്നെ കുടിക്കാം. ഞാൻ ഒരു കരിമ്പിൻ ജ്യൂസ് മേടിച്ചേ. ഇതാണ് കേട്ടോ മീന ബസാർ. ഭയങ്കര ക്രൗഡാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഒരു ബസാറിൽ പോയിട്ട് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ശരിക്കും. ഇവിടെ പൈനാപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞു പ്ലേറ്റിലുള്ളത് 20 രൂപയുള്ളൂ കേട്ടോ. വാ 10 രൂപയാണ് കേട്ടോ. ആ വേണോ? ആ തോട ബസ് 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 ബസ്. ഭയങ്കര ചൂടല്ലേ, ഇപ്പം ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ കഴിച്ചുകൊണ്ടാൽ നമ്മൾ ടയേർഡ് ആവത്തില്ലല്ലോ. ഇത് മിക്കവാറും എൻ്റെ വയറ് നിറയും. ലഞ്ച് കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഇതിന് 10 രൂപയുള്ളൂ കേട്ടോ. റൂവപ്സ സംഭവം എല്ലാ മുക്കിലും മൂലയിലുണ്ട് ഈ ഒരു മീന ബസാറിൽ. നോർത്ത് ഇന്ത്യ വന്നിട്ടേ ഇതുവരെ ബീഫ് കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പം മീന ബസാറിനകത്ത് ഈ ചേട്ടൻ ബീഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിന് 50 റുപ്പീസേ ഉള്ളൂ. നോക്കട്ടെ എങ്ങനെ ഉണ്ടാകുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പൈസിയാ. അങ്ങനെ മീന ബസാർ തെണ്ടി അല്ലെങ്കിൽ ഇച്ചിരി പോലും എനർജി ഇല്ലാണ്ടായി. എന്തൊക്കെയാ മേടിച്ചെന്നൊക്കെ ഞാൻ നാട്ടിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിനുള്ള ഒന്നും ഒരു ത്രാണിയുമില്ല. ഞാൻ എന്തോ പറയാൻ ശരിക്കും. ഇനി എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ നോക്കട്ടെ. സത്യം പറഞ്ഞ എങ്ങനെയാലും വീട്ടിലെത്തിയാൽ മതി എന്നായോ. ക്ഷീണിച്ച് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച്. എന്താ പറയാ, ഇവിടെ ഭയങ്കര ചൂടാണ്. നമ്മളിങ്ങനെ വെള്ളം കുടിച്ച് നടക്കേണ്ടി വരും. വെള്ളം കുടിച്ച് ഇപ്പോൾ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് വയറ് നിറഞ്ഞിട്ട്. നോക്കട്ടെ ഇനി എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ഇപ്പം ഞാൻ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. രാത്രി 9 മണിക്കാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. ഇൻഡിഗോ ആണ് കേട്ടോ, ട്രിവാൻഡ്രം വരെയാണ്. പിന്നെ ഞങ്ങൾ എവിടെ മീന ബസാറിൽ പോയതിന് ശേഷം പിന്നെ വേറെ എവിടത്തും പോയില്ല. ഹോട്ടലിൽ പോയിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തു. വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ. ഡൽഹി സിറ്റി ഭയങ്കര രസമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഫ്ലവറാണ് ഫുള്ള്. പ്ലാന്റ്, അതായത് ഇല കാണാൻ പറ്റാത്ത രീതിക്ക് ഫ്ലവറിങ്ങാണ്. മുമ്പ് അതായത് ഒരു 10-15 ദിവസം മുമ്പ് ഇതിനേക്കാളും ഭംഗിയായിരുന്നു കേട്ടോ ഡ്രൈവർ പറഞ്ഞേ. എല്ലാവരും നോക്കിക്കൊണ്ട് പോന്നു. അപ്പം ഞാനിപ്പോൾ തായ്ലൻഡ് പോയി, മലേഷ്യയും പോയി. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റി ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യ ഇത്രയും മാറി. അത് ഡൽഹിയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ട സിറ്റിയാണ്, ചേരി പ്രദേശം കണക്കാണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ അല്ലേ. പക്ഷേ കിട്ടു കേട്ടോ, സമ്മതിച്ചു കൊടുക്കണം. ഭയങ്കര ബ്യൂട്ടി ഉണ്ടോ. വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ കുറേ സ്റ്റാച്യു കണക്കൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, ആനയുടെയും അങ്ങനെ കുറേയൊക്കെ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത്രയും മാറുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായി എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ G20 ഫ്ലെക്സ് ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞു, ഇനി ആണോ എന്ന് അറിയത്തില്ല. ഇനി അതുകൊണ്ടാണോ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ ഇപ്പം എന്താണേലും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇങ്ങനെ അഭിമാനം തോന്നും, നമുക്ക് രോമാഞ്ചമൊക്കെ വരും. പക്ഷെ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. സീസണൽ പ്ലാന്റ്സാണ് കൂടുതലുള്ളത്. ഈ സീസൺ കഴിയുമ്പോൾ തന്നെ ആ ചെടിയോടെ നശിച്ചു പോകുന്ന പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ, അങ്ങനത്തെ പ്ലാന്റാണ്. പക്ഷേ ഇത്രയും ഏരിയയിലൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ന് സമ്മതിക്കണം ശരിക്കും. അത്രയും കിടുക. അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് രാത്രിയാക്കി എത്തുക, 12 മണിക്കൊക്കെ ആയിരിക്കും എത്തുക. അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പൊക്കെ കഴിഞ്ഞു. നല്ലതായിരുന്നു എല്ലാം. ഇച്ചിരി ഭയങ്കര ടയേർഡാണ് കേട്ടോ. കാരണം കുറേ നാൾ നമ്മൾ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു.
അപ്പം അതിൻ്റെ ടയേർഡ്നെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ പോയി അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് സമാധാനപരമായിട്ടൊന്ന് ഉറങ്ങണം. ഡൽഹി എയർപോർട്ടിനടുത്ത് അർബാൻ ഫുഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബർഗർ മേടിച്ചു. ഇതിന് ഒരെണ്ണത്തിന് 200 രൂപയാണ്. ഇത് ചിക്കൻ ബർഗറാണോ? ചിക്കൻ ബർഗറാണ് കേട്ടോ. വെജിറ്റബിളൊന്നും വെച്ച് വൃത്തിയായിട്ടാക്കിയിട്ടില്ല. നോക്കട്ടെ കൊള്ളാമോന്നേ.